നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലേക്ക് നീങ്ങുമ്പോൾ ഹോർമുസ് കടലിടുക്ക് ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ കാലാവധി നീട്ടിയതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയിലേക്കുള്ളതുൾപ്പെടെയുള്ള കപ്പലുകൾ ഇറാൻ പിടിച്ചെടുത്തത് പുതിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ലൈബീരിയൻ പതാകയുള്ള എബാമിനോണ്ടസ് എന്ന കപ്പലാണ് ഗുജറാത്തിലേക്കുള്ള മുന്ദ്ര തുറമുഖത്ത് യാത്ര ചെയ്യുന്നതിനിടെ ഇറാൻ നാവികസേന തടഞ്ഞത്. ഇതിനൊപ്പം ശ്രീലങ്കയിലേക്കും സൗദിയിലേക്കും പോയ മറ്റ് 2 കപ്പലുകളും ഇറാൻ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഒമാൻ തീരത്ത് വെച്ച് മുഖംമൂടി ധരിച്ചെത്തിയ IRGC സൈനികർ തോക്കുമായി കപ്പലിലേക്ക് ഓടിക്കയറുകയായിരുന്നു. കപ്പലിന് നേരെ വെടിയുതിർക്കുകയും നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിൻ്റെ വീഡിയോ ഉൾപ്പെടെ IRGC പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വീഡിയോ പുറത്തുവിട്ട നടപടിയെ ഒരുതരം വെല്ലുവിളിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. മുഖംമൂടി ധരിച്ച IRGC സൈനികർ അതിവേഗ ബോട്ടുകളിൽ കണ്ടെയ്നർ കപ്പലുകളെ സമീപിക്കുന്നതും തുടർന്ന് കയർ ഗോവണികൾ വഴി കപ്പലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് IRGC പുറത്തുവിട്ട വീഡിയോയിലുള്ളത്. മെഷീൻ ഗണ്ണുകൾ കയ്യിലേന്തിയ സൈനികർ കപ്പലുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ കപ്പലുകളിലെ ജീവനക്കാരെ നേരത്തെ തന്നെ ഒഴിപ്പിച്ചിരുന്നുവെന്നുമാണ് വിവരം. കപ്പലുകൾ നാവിഗേഷൻ സംവിധാനങ്ങളിൽ കൃത്രിമം കാണിച്ചുവെന്നും സമുദ്ര സുരക്ഷയെ അപകടത്തിലാക്കിയെന്നും കൂടാതെ കടലിടുക്കിൽ അനുമതിയില്ലാതെ പ്രവർത്തിച്ചുവെന്നും IRGC പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. നാവിക ഉപരോധത്തിന്റെ ഭാഗമായി ഗൾഫിൽ ഇറാനിയൻ പതാകയുള്ള ഒരു ചരക്ക് കപ്പൽ അമേരിക്ക തടഞ്ഞതിനെ തുടർന്നാണ് ബുധനാഴ്ച ഇറാൻ ഈ 3 കപ്പലുകളെയും ആക്രമിച്ചത്. വെടിനിർത്തൽ കരാർ നീട്ടിയതിന് പിന്നാലെ ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് കൃത്യമായ ഒരു സമയപരിധിയില്ല എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. 2 കപ്പലുകളും IRGC നാവികസേന പിടിച്ചെടുക്കുകയും ഇറാന്റെ തീരത്തേക്ക് മാറ്റുകയും ചെയ്തുവെന്നാണ് IRGCയുടെ വിശദീകരണം. പിടിച്ചെടുത്ത കപ്പലുകൾ അവയിലെ ചരക്ക്, രേഖകൾ, റെക്കോർഡുകൾ എന്നിവ പരിശോധിക്കുന്നതിനായി ഇറാന്റെ സമുദ്രാതിർത്തിയിലേക്ക് മാറ്റിയതായിട്ടാണ് നാവികസേനയുടെ വിശദീകരണം. കപ്പലിന്റെ ഉൾഭാഗം പരിശോധിക്കുന്നതും മുറികൾ തുറക്കുന്നതും ഡെക്കിൽ നിന്ന് തോക്കുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവേശിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് പുറത്തുവന്ന വീഡിയോയിലുള്ളത്. ആദ്യം ആക്രമിക്കപ്പെട്ടത് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട എപ്പാമിനോണ്ടസ് ആയിരുന്നു. യാതൊരു മുൻകൂർ റേഡിയോ മുന്നറിയിപ്പും നൽകാതെ IRGCയുടെ ഗൺ ബോട്ട് കണ്ടെയ്നർ കപ്പലിന് നേരെ വെടിയുതിർത്തതായും കപ്പലിന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെന്റർ അറിയിച്ചു. കപ്പൽ പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോയിൽ ഉണ്ടെങ്കിലും IRGC സൈനികർ കപ്പലിൽ അതിക്രമിച്ചു കയറിയെന്ന വാർത്ത ഗ്രീക്ക് ഷിപ്പിംഗ് മന്ത്രാലയം നിഷേധിക്കുകയാണ്. കപ്പലിലെ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും അവർ വ്യക്തമാക്കുന്നു. രണ്ടാമതായി ആക്രമിക്കപ്പെട്ടത് സൗദിയിലേക്ക് പോയ യുഫേറിയ എന്ന കപ്പലാണ്. UAE ആസ്ഥാനമായിട്ടുള്ള കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഈ കപ്പൽ ഇറാന്റെ പടിഞ്ഞാറ് 8 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ആക്രമിക്കപ്പെട്ടത്. ഇതോടെ കപ്പലിന്റെ ക്യാപ്റ്റൻ യാത്ര പാതി വഴിയിൽ നിർത്തിവെക്കുകയായിരുന്നു. മൂന്നാമതായി ആക്രമിക്കപ്പെട്ടത് MSC ഫ്രാൻസിസ്കയാണ്. ഹോർമുസ് കടലിടുക്കിൽ നിന്ന് ഒമാൻ ഉൾക്കടലിലേക്ക് തെക്ക് ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന ഈ കപ്പൽ ഇറാൻ തീരത്ത് നിന്ന് 6 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ആക്രമിക്കപ്പെട്ടത്. ഈ കപ്പലിനും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേലിനെ പരാമർശിച്ചുകൊണ്ട് ഈ കപ്പൽ സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെതാണെന്നാണ് ഇറാൻ പരാമർശിച്ചത്. അതേസമയം അമേരിക്കൻ ഉപരോധം ആരംഭിച്ചതിന് ശേഷം 31 കപ്പലുകളോട് തിരിച്ചു പോകാനോ തുറമുഖത്തേക്ക് മടങ്ങാനോ നിർദ്ദേശിച്ചു എന്നാണ് US സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഓയിൽ ടാങ്കറുകളാണെന്നും അവ അമേരിക്കൻ നിർദ്ദേശങ്ങൾ പാലിച്ചുവെന്നും അവർ വ്യക്തമാക്കുന്നു. കടലിടുക്ക് തുറന്നതായി വെള്ളിയാഴ്ച ഇറാന്റെ വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ IRGC നിഷേധിച്ച് രംഗത്തെത്തുകയായിരുന്നു. ഈ നിലപാട് മാറ്റത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ആക്രമണങ്ങളും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ചില കപ്പലുകൾ ഇറാന്റെ പരിശോധനാ സംവിധാനങ്ങൾ കടന്നുപോയിട്ടുണ്ട്. മറ്റു ചിലതാകട്ടെ തങ്ങളുടെ സർക്കാരുകളുടെ നയതന്ത്രപരമായ അഭ്യർത്ഥനകളെയാണ് ആശ്രയിക്കുന്നത്. എങ്കിലും 100 കണക്കിന് കപ്പലുകളും 1000 ജീവനക്കാരും ഇപ്പോഴും പലയിടങ്ങളായി കുടുങ്ങിക്കിടക്കുകയാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ സമാധാന ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഹോർമുസ് കടലിടുക്കിലെ സ്തംഭനാവസ്ഥയും തുടരുകയാണ്. ഇറാന്റെ സൈനിക ശക്തിയും അമേരിക്കയുടെ നയതന്ത്ര സമ്മർദ്ദവും തമ്മിലുള്ള വടംവലിയിൽ കുടുങ്ങിക്കിടക്കുന്നത് ചരക്ക് കപ്പലുകളും അവയിലെ ജീവനക്കാരുമാണ്. ഇന്ത്യയെ സംബന്ധിച്ചത് കേവലം ഒരു സാമ്പത്തിക പ്രശ്നമല്ല, മറിച്ച് ഊർജ്ജ സുരക്ഷയുടെയും പൗരന്മാരുടെ സുരക്ഷയുടെയും കൂടി വിഷയമാണ്.